കലാഭവൻ മണിയെക്കുറിച്ച് ശാന്തി വില്യംസ്. സാധാരണക്കാരനായി ജനിച്ചു വളർന്ന് പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തും നികത്താനാവാത്ത നഷ്ടമായി മാറിയ വിസ്മയമാണ് നടൻ കലാഭവൻ മണി. സ്ക്രീനിൽ നായകനായും വില്ലനായും സ്വഭാവ നടനായും വേഷമിടുമ്പോഴും തന്റെ നാടിനും നാട്ടുകാർക്കും അദ്ദേഹം എന്നും മണിച്ചേട്ടനായിരുന്നു. ജീവിതത്തിൽ ഭാഗ്യവും ധനവും വന്നു ചേരുമ്പോൾ വന്ന വഴിയും ഒപ്പം നിന്ന ആളുകളെയും മറക്കുന്ന മനുഷ്യർക്കിടയിൽ കലാഭവൻ മണി എന്നും വേറിട്ട് നിന്നു. കലാഭവൻ മണി തന്റെ ഉയർച്ചയ്ക്കൊപ്പം തന്നെ തന്റെ കുടുംബത്തെയും നാട്ടുകാരെയും ഒപ്പം കൂട്ടി. അതിനാൽ തന്നെ ഇന്നും ചാലക്കുടി പുഴയുടെ ഓരങ്ങളിലും ജനഹൃദയങ്ങളിലും കലാഭവൻ മണി മായാത്ത ഓർമ്മയായി ഇപ്പോഴും ജീവിക്കുന്നു. സിനിമാ മേഖലയിലും കലാഭവൻ മണി അങ്ങനെ തന്നെയായിരുന്നു. സങ്കടപ്പെടുന്നവരുടെയും കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെയും ജീവിതത്തിലേക്ക് ഒരു കൈത്താങ്ങാവാൻ അദ്ദേഹം മറന്നിരുന്നില്ല. നിരവധി പേർക്ക് കലാഭവൻ മണി തന്റെ സാന്നിധ്യവും കരുതലും നൽകാറുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ കലാഭവൻ മണി തനിക്ക് നൽകിയ കരുതലിനെക്കുറിച്ച് പറയുകയാണ് നടി ശാന്തി വില്യംസ്. തന്റെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഒരിക്കൽ സിനിമാ സെറ്റിൽ വെച്ച് തന്നെ കണ്ടപ്പോൾ കലാഭവൻ മണിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് ശാന്തി പറയുന്നത്. തന്നെ കണ്ട ഉടനെ ഓടിവന്ന കലാഭവൻ മണി ചേച്ചി എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. തന്റെ ഭർത്താവ് മരിച്ച സമയത്ത് മണി സ്ഥലത്തില്ലായിരുന്നു, ഒരു ഫോറിൻ ടൂറിലായിരുന്നുവെന്നും അതാണ് എത്താൻ പറ്റാതിരുന്നത്. വിളിച്ചു നോക്കാൻ തന്റെ കയ്യിൽ ചേച്ചിയുടെ നമ്പർ ഇല്ലായിരുന്നു എന്നാണ് കലാഭവൻ മണി പറഞ്ഞത്. എന്നാൽ താൻ ഒന്നും മിണ്ടാതെ ചിരിച്ചതെല്ലാം കേട്ടു. എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് എനിക്ക് അന്ന് തന്നെ വൈകിട്ട് ട്രെയിനിൽ മടങ്ങി പോകണമായിരുന്നു. ട്രെയിനും കാത്ത് സ്റ്റേഷനിലിരിക്കുന്ന തന്റെ അടുത്തേക്ക് കയ്യിലൊരു പൊതിയുമായി ഒരു പയ്യൻ ഓടി വന്നു. കയ്യിലുള്ള വലിയ പൊതി തനിക്ക് നേരെ നീട്ടി സാറ് തരാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഏത് സാറാണെന്ന് ചോദിച്ചപ്പോൾ കലാഭവൻ മണി സാർ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ മണിയെ വിളിച്ച് മോനെ ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പണമാണ് ചേച്ചി, അത് വെച്ചോളൂ എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് വലിയ മനസ്സുള്ള ഒരു വ്യക്തിയാണ് കലാഭവൻ മണി എന്നാണ് ശാന്തി വില്യംസ് പറയുന്നത്.